ഫോണും എടുത്ത് മുറ്റത്തേക്ക് നടന്നു. രാഹുലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് എടുക്കുന്നത് കാത്തു നിന്നു. ബെല്ലടിച്ച് നിന്നതല്ലാതെ ഫോൺ എടുത്തില്ല. എല്ലാം എന്നെ കൂട്ടാതെ ആഘോഷിച്ച് കിടക്കുവാകും. ഷേ, പോരണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരുമാതിരി പെട്ടുപോയല്ലോ. എന്നാടാ? മറുവശത്ത് നിന്ന് രാഹുലിൻ്റെ താല്പര്യമില്ലാത്ത പോലത്തെ സ്വരം വന്നു. നിങ്ങൾ എന്തെടുക്കുവാടാ? ഞങ്ങളൊരു വട്ടമേശ സമ്മേളനത്തിലാണ്. എന്തേ വരുന്നില്ലേ? കളിയും കഴിഞ്ഞ് ഫുട്ബോൾ കയ്യിലൂടെ തെറ്റിച്ചുകൊണ്ട് പറഞ്ഞു അതുൽ. എടാ, ഞാൻ കൃഷ്ണയുടെ വീട്ടിലാ വിരുന്നിന് വന്നിരിക്കുക. അതാ വരാതിരുന്നത്. നിങ്ങൾ എന്നും പൊട്ടിച്ചോ? പിന്നെ എന്നും പൊട്ടിക്കാൻ നിന്റെ അമ്മായിപ്പം മേടിച്ച് വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ കളി കഴിഞ്ഞ് വീട്ടിൽ പോകുവാടാ. അതുൽ സ്റ്റാർട്ട് ചെയ്ത ബൈക്കിൻ്റെ പുറകിലേക്ക് വിയർത്ത ശരീരവുമായി കയറി രാഹുൽ. ജെയ്സന്റെ വണ്ടിയിൽ എബിയും കയറി. അല്ല, മരുമോൻ ആദ്യമായി വിരുന്നിന് ചെന്നതല്ലേ? ആ അമ്മാവനെ വളച്ച് കുപ്പിയിൽ ഒപ്പിക്കടാ. പിന്നെ ഒന്ന് പോയേ, അങ്ങേരൊരു അമ്പലവാസിയാണ്. നീ എന്തിനാ വിളിച്ചത്? എന്തേ, വിരുന്ന് കൂടി മതിയായോ? അതല്ലടാ, അത് എന്ത് പറയണമെന്നറിയാതെ തല ചൊറിഞ്ഞു നിന്നു. ഇന്ന് അവളുടെ വീട്ടിലാണ്. നിങ്ങളൊരു മുറിയിലായിരിക്കുമല്ലോ. കള്ളാ കോളടിച്ചല്ലോ. വെറുതെ അല്ല പെപ്പെ. രാഹുൽ ഉറക്കെ ചിരിച്ചു പറഞ്ഞതേ അതുൽ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നോക്കി. നിനക്കൊന്നും വേറെയൊന്നും പറയാനില്ലടാ. വെറുതെ അവനെ ഒരൊന്നും പറഞ്ഞ് ഇളക്കല്ലേ രാഹുൽ നീ? അതുൽ മുറുമുറുത്തു. എന്ത് ഇളക്കാൻ? അല്ലേലും അവൻ ആകെ മൊത്തം ഇളകി നിൽക്കുക. എടാ, എനിക്കെന്തോ പേടി പോലെ വിറയ്ക്കുന്നടാ. ആര്യൻ നഖം കടിച്ച് തുപ്പി. പിന്നെ എന്തോ ഓർത്ത പോലെ പാൻറിൽ തൂത്തുവിട്ടു. പേടിയോ? എന്തിന്? അത് സാധാരണ പെണ്ണുങ്ങൾക്കല്ലേ വരുന്നത്. എടാ, വീണ് കിട്ടിയ ഈ അവസരം കളഞ്ഞു കുളിക്കല്ലേടാ. വീട്ടിൽ ചെന്നാൽ നിന്റെ തന്ത നിങ്ങൾ പിന്നെയും 2 മുറിയിലാക്കും. ഒരു ഉമ്മയെങ്കിലും കൊടുത്തു കിടന്നുറങ്ങാൻ നോക്കടാ. തെറ്റല്ലേടാ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അവരൊന്ന് ആലോചിച്ച് പറഞ്ഞു. അച്ചോടാ, എന്തൊരനുസരണ. എടാ അതല്ല കൃഷ്ണ, അവൾ കരാട്ടയാ. അവരൊന്ന് ഞെട്ടിയോ? അല്ല, കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയിരുന്നു. എന്തോന്ന്? എന്നാൽ എൻ്റെ മോൻ വെള്ളവും കുടിച്ച് പോയി കിടന്നുറങ്ങാൻ നോക്ക്. അല്ലാതെ പിന്നെ എടാ, നിന്നോട് പീക്കാനല്ല പറഞ്ഞത്. പ്രണയത്തോടെ സ്നേഹത്തോടെ. അതെനിക്ക് അവളെ കാണുമ്പോൾ എന്തൊക്കെയോ. ദേ മനു, നീ ഫോൺ വെച്ച്. വീടെത്തി. എടാ, നയത്തിലൊക്കെ പറഞ്ഞും തൊട്ടും തലോടിയും ചെല്ല്. ബാക്കിയൊക്കെ നിന്റെ കൈമിടുക്ക് പോലെ ഇരിക്കും. അതും പറഞ്ഞവൻ ഫോൺ വെച്ചതും വിറകൊള്ളുന്ന ശരീരത്തെ പിടിച്ചു വെച്ച് നിന്നു ആര്യൻ. പിന്നെ ദീർഘമായൊരു ശ്വാസം എടുത്തു വിട്ടു. ആര്യൻ തൻ്റെ അടുത്തേക്ക് വരുന്ന ആ പെണ്ണിനെ കണ്ടതും ചിരിയോടെ നിന്നു. ഇപ്പോൾ അവൾ ഇട്ടിരിക്കുന്നത് ഒരു ഇറക്കമുള്ള പിങ്ക് നിറമുള്ള ഷർട്ടാണ്. അങ്ങനെ നിന്നതും നോക്കുന്നത് മോശമാണെന്ന് ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. തല കുടഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കി. ആര്യൻ ഉറങ്ങുന്നില്ലേ? കൃഷ്ണ ഇന്ന് ചിറ്റയുടെ മുറിയിലാണെന്ന് തോന്നുന്നു. അവളത് പറഞ്ഞതേ അത്രയും നേരം പടപടാന്ന് പിടിച്ചുകൊണ്ടിരുന്ന ഹൃദയം പരിതപിച്ച് പിണങ്ങി നിന്നു. ആണോ? പിന്നെ അവൾ ഉറങ്ങിക്കാണും. നിങ്ങൾ അവിടെയും 2 മുറിയിലാണോ കിടക്കുന്നത്? ഞെട്ടിയതുപോലെ ശ്രീധുവിനെ നോക്കിപ്പോയി ആര്യൻ. അത് താനെങ്ങനെ അറിഞ്ഞേ? അവൻ പെട്ടെന്ന് അറിയാതെ ചോദിച്ചു പോയി. അവൻ്റെ സംസാരം കേട്ടതും ഉറക്കെ ചിരിച്ചു അവൾ. ഞാൻ ചുമ്മായൊന്ന് എറിഞ്ഞു നോക്കിയതാ. അപ്പോൾ സത്യമാണല്ലേ? കൊള്ളാം. അത് വേറൊന്നും കൊണ്ടല്ല, കല്യാണം അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നല്ലോ. ഞങ്ങൾക്ക് 2 പേരും പരസ്പരം മനസ്സിലാക്കിയിട്ട് മതിയെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ ജോലി, അത് കൃഷ്ണയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ. അതാ. അല്ല, ഈ അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ കിടക്കാൻ ഇത്രയൊക്കെ ഡെക്കറേഷൻ വേണോ? ഓ, നിങ്ങളുടെ അറേഞ്ച്ഡുമല്ല ലവുമല്ല അല്ലേ? ഞാനത് മറന്നു. അവളൊരു സംശയം എന്നോണം ചോദിച്ചു. പിന്നെ അവൾ തന്നെ ഉത്തരവ് നൽകി ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് കിടന്നേക്കാം അല്ലേ? തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഒരു കഥയില്ലാത്തവനാണെന്ന് ആ നിമിഷം ശ്രീധു മനസ്സിലാക്കിയെടുത്തു. അല്ലെങ്കിൽ ഈ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് പരിചയമുള്ള അതും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ ആളൊരു പാവമാണ്. ഓർത്തുകൊണ്ട് അവളൊന്ന് ചിരിച്ചുപോയി. എന്തായാലും ആ ആനന്ദ് എന്ന് പറയുന്ന ചേട്ടനേക്കാളും ഭേദമാണ് ഒരു ലോല ഹൃദയൻ. ആര്യന് 24 വയസ്സ് തന്നെ ആണല്ലോ അല്ലേ? ആ അതെ. എന്നാലേ ഗുഡ് നൈറ്റ്. പോകുവാണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ അതെ, നാളെ കാണാം കേട്ടോ.
ഇനിയും നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയതും അവളെയും കടന്ന് മുറിയിലേക്ക് ഓടിയതുപോലെ പോകുന്നവനെ നോക്കി ചിരിച്ചു നിന്നു ശ്രീതു. പിന്നെ ഫോണുമായി കാതോട് ചേർത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അമ്മയുടെ നിർബന്ധം കൊണ്ട് എഴുന്നേറ്റ് പോന്നിരുന്നു അവൾ. അമ്മ പറയുന്നു ആര്യൻ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണുമെന്നാണ്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. കാത്തിരിക്കാൻ മാത്രം ഞങ്ങൾ തമ്മിൽ അടുത്തോ? അതിന് മാത്രം പരസ്പരം അറിഞ്ഞു തുടങ്ങിയോ? സ്വയം ചോദിച്ചു അവൾ. മുറിയിലേക്ക് നടക്കുമ്പോൾ ചിന്തിച്ചു കൃഷ്ണ. ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും രണ്ടും മുറിയും രണ്ടു മനസ്സുമാണ്. അതെങ്ങനെ അമ്മയോട് പറയും? എന്തായാലും ആര്യൻ തൻ്റെ ഭർത്താവാണ് എല്ലാ അർത്ഥത്തിലും. താനിനി അത് അംഗീകരിക്കണം. തനിക്ക് ഈശ്വരനായി കണ്ടെത്തിയത് ചിലപ്പോൾ ആര്യനെയായിരിക്കും. വാക്കിന് വില നൽകാതെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ വീട്ടുകാരെ നോക്കുകുത്തികളെപ്പോലെ നിർത്തിയ ആനന്ദിനേക്കാളും മെച്ചപ്പെട്ടത് ആര്യൻ തന്നെയാണ്. ഓരോന്നും ചിന്തിച്ച് മുറിയുടെ വാതിക്കലെത്തിയതും ചാരി ഇട്ടിരിക്കുന്ന കതകിൽ പിടിച്ചൊന്ന് നിന്നു അവൾ. വാതിൽ തുറന്നതും കണ്ടു ഒരു വശം ചെരിഞ്ഞു കിടക്കുന്ന ആര്യനെ. ഡിംലൈറ്റിൻ്റെ നേർത്ത വെട്ടത്തിൽ അവൻ്റെ മുഖം തെളിഞ്ഞു കാണാം. ഒരു കുട്ടിയെപ്പോലെ ആണ് ഉറങ്ങുന്നത്. അവൻ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടോ നേർത്തൊരു ആശ്വാസം തോന്നി അവളിൽ. ഒച്ച കുറച്ചെന്ന പോലെ മെല്ലെ അലമാര തുറന്ന് ഇടാനുള്ള ഒരു അയവുള്ള ചുരിദാറും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ദേഹം ഒന്ന് കഴുകി ഇറങ്ങുമ്പോഴും അവൻ അതേപോലെ തന്നെ കിടക്കുവാണ്. ആദ്യമായാണ് ഒരു മുറിയിൽ തങ്ങൾ രണ്ടുപേരും. അതിൻ്റെ ഒരു വയ്യായിക തോന്നിയെങ്കിലും കഴുത്തി കിടക്കുന്ന താലിയിൽ വെറുതെ ഒന്ന് പിടിച്ചു നിന്നു. അവനെ കടന്നു ബെഡിലേക്ക് മുട്ടുകുത്തി കിടക്കാൻ തുടങ്ങിയതും ഉറങ്ങാതെ കിടന്നിരുന്ന ആര്യനൊന്ന് അനങ്ങിയതും അവൻ്റെ കാലിലേക്ക് അമർന്നുപോയി അവളുടെ ശരീരം. കൈ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടവൾ. അവളുടെ മൃദുലതയും ഉയർച്ച താഴ്ചയും അവൻ്റെ കാൽത്തൊടയിൽ അമർന്നുകൊണ്ടിരുന്നു. ആദ്യമായി ഒരു പെണ്ണിൻ്റെ ശരീരം അത്രമേൽ അടുത്തു ചേർന്നതും അവനൊന്ന് ഞെട്ടിപോലെ എഴുന്നേറ്റ് പോയി. ഉറങ്ങാതെ ഉറക്കം നടിച്ച് കിടന്നതാണ്. പക്ഷേ അവളിങ്ങനെ വീഴാൻ തിരിഞ്ഞതല്ല. എന്നാലും കുഴപ്പമില്ല. അവൻ്റെ മനസ്സൊന്ന് സന്തോഷിച്ചു പോയി. അത് ഞാൻ സോറി കേട്ടോ, അവൾ പെട്ടെന്ന് ചുവരിനോട് ചേർന്ന് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഞാനല്ലേ കാലുയർത്തിയത്? സോറി. ഞാൻ ഓർത്തു താൻ അമ്മയുടെ കൂടെയാകും കിടക്കുകയെന്ന്. അതാണ് ഞാൻ ഉറങ്ങിയത്. നിഷ്കളങ്കമായി പറയുമ്പോൾ ഹൃദയം വേറെ എന്തിനൊക്കെയോ പിടയ്ക്കുന്നത് അറിഞ്ഞില്ല. കണ്ണൊക്കെ ആവശ്യമില്ലാതെ തിരുമ്മി തൂത്ത് പറയുന്നതിനിടയ്ക്ക് വെറുതെ വിരലിൻ്റെ ഇടയിലൂടെ അവളെ നോക്കി. വല്ലാത്തൊരു ഭംഗിയാണ് കൃഷ്ണയ്ക്ക്. അവളുടെ കണ്ണുകൾ അതിലും ഭംഗി. ചുവന്ന ചുണ്ടുകൾക്കോ പിന്നെയും ഭംഗി. ആകെ മൊത്തം കടിച്ചു തിന്നാൻ തോന്നുന്നൊരു ഭംഗി. അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നേ പോയി ആര്യൻ. കണ്ണുകൾ കൊരുത്തു നിന്നത് പരസ്പരം പെട്ടെന്ന് കരണ്ടു പോയതും രണ്ടുപേരും പതറിപ്പോയി. ഞാൻ വെട്ടമെടുക്കാം പറഞ്ഞുകൊണ്ട് ബെഡിനോട് ചേർന്ന് കിടക്കുന്ന ടീപ്പോയിൽ നിന്ന് തൻ്റെ ഫോൺ എങ്ങനെയൊക്കെയോ തപ്പിയെടുത്ത് തെളിച്ചിരുന്നു ആര്യൻ. ആ ചെറുവെട്ടത്തിൽ അവളുടെ പൂച്ചക്കണ്ണുകൾ തിളങ്ങി നിൽക്കുന്ന പോലെ വല്ലാത്തൊരു ഭംഗി തോന്നിയതും പെണ്ണിൻ്റെ ഷീറ്റിൽ കൈയൊന്ന് മുറുക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു പോയവൻ. നെഞ്ചു വല്ലാതെ ഇടിച്ചു കയറുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിയർത്തിരുന്നു പോയി അവൻ. നല്ല ആവിയല്ലേ? കൈപ്പത്തി കൈ കൊണ്ടൊന്ന് വീശി വിട്ടുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഉള്ളു വെന്തുകൊണ്ടിരിക്കുവാണ്. അവളൊന്ന് മൂളി. ആര്യൻ്റെ സാമീപ്യം തന്നെ വല്ലാതെയാക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. താലി കെട്ടിയെങ്കിലും ആര്യൻ ഇപ്പോഴും തനിക്ക് അന്യനാണ്. ഒന്ന് മനസ്സ് തുറന്ന് പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആര്യൻ ആരാണെന്നോ എന്താണെന്നോ പൂർണ്ണമായി ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ആര്യനോട് തനിക്കൊരു ഇഷ്ടക്കുറവ് തോന്നുന്നില്ല. പ്രായത്തിൻ്റെ പക്വത കാണിക്കുന്നില്ല എങ്കിലും ആളൊരു പാവമാണെന്ന് മനസ്സ് പറയുന്നു. അമ്മ പറഞ്ഞതുപോലെ ഏതവസ്ഥയിൽ നടന്ന കല്യാണമാണെങ്കിലും ഇനി താനതിന് മനസ്സുകൊണ്ട് അംഗീകരിച്ചേ പറ്റൂ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അംഗീകരിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നിയ സാഹചര്യത്തെ തന്നിലേക്ക് വന്നവനാണ്. ആര്യനെ പൂർണ്ണമായി മനസ്സിലാക്കാനും ഈ ബന്ധം മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും താനിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ? എന്ത്? താൻ കിടക്കുന്നില്ലേ? പറയുകയും എതിർവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നവനെ ചെറിയൊരു അതിശയത്തോടെ നോക്കി കൃഷ്ണ. അവനെന്തെങ്കിലും തന്നോട് സംസാരിക്കുമെന്ന് താൻ വിചാരിച്ചു. അവളും അവനടുത്തായി മുട്ടാതെ കിടന്നു. പുതപ്പ് കാലുകൊണ്ട് വലിച്ചെടുത്ത് കഴുത്തുവരെ പുതച്ചു കിടന്നുപോയി ആര്യൻ. കാലിനടിയിൽ കൈ തിരുകി അങ്ങനെ കിടന്നു. രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല.
അവൻ ഇടയ്ക്ക് ചെരിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നതിലൂടെ അറിഞ്ഞു അവന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ആര്യൻ, എന്താ? ഞാൻ തിങ്കളാഴ്ച മുതൽ ബാങ്കിൽ പോയി തുടങ്ങും. ഇനിയും അവധിയെടുക്കാൻ പാടാണ്. പിന്നെ വീട്ടിലിരുന്ന് ഞാൻ മടുത്തു. ആര്യൻ അച്ഛൻ്റെ കൂടെ പോകുമല്ലേ, പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. താൻ പൊയ്ക്കോ, എന്നോട് ചോദിക്കണമെന്നില്ല. ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു പോയി ആര്യൻ. അവളുടെ ഓരോ വാക്കുകൾക്കൊപ്പം ശ്വാസനിശ്വാസവും തട്ടിത്തടയുന്ന പോലെ. ശരീരമൊക്കെ എന്തോ ചെയ്യാനായി എന്തൊക്കെയോ വിളിച്ചോതും പോലെ. തലയിണയിലേക്ക് മുഖം അമർത്തി കിടന്നു ആര്യൻ. ആര്യന് പോയ പേപ്പറൊക്കെ ഒന്നുകൂടി എഴുതി എക്സാം എഴുതിക്കൂടായിരുന്നോ? ഞാൻ വേണേൽ സഹായിക്കാം. അവളത് ചോദിച്ചതേ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു അവൻ. അതൊന്നും ശരിയാകില്ല കൃഷ്ണ. സത്യം പറയാലോ, എന്നെക്കൊണ്ട് പറ്റില്ല ഇനി പഠിക്കാൻ. തനിക്കറിയുമോ, എനിക്ക് എൻജിനീയറിങ് ഇഷ്ടമേ ആയിരുന്നില്ല. അവൻ ഒന്നുകൂടി അനങ്ങിക്കിടന്നുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ ആര്യൻ്റെ ഇഷ്ടം? അവൻ്റെ ആ കുസൃതി നിറഞ്ഞ കണ്ണുകളിൽ നോക്കി ചോദിച്ചു കൃഷ്ണ. എനിക്കോ? എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. ഞെട്ടലിനൊപ്പം കണ്ണു മിഴിച്ചു അവന് നോക്കിക്കിടന്നേ പോയി കൃഷ്ണ. സിനിമയോ? അതൊക്കെ തനിക്കറിയുമോ? ഞാൻ കുറേ റീൽസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ നല്ല ഫോളോവേഴ്സുമുണ്ട്. താനും കൂടി ഒന്ന് ചെയ്തേക്കണേ. വലിയ കാര്യത്തോടു കൂടി പറയുന്നവനെ അതേ അതിശയത്തോടെ നോക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ചിരി പൊട്ടുന്നു അറിഞ്ഞു കൃഷ്ണ. കാണിക്കട്ടെ. എന്ത് റീൽസേ? എൻ്റെ ഈ പേരിൽ അല്ല, ഷൈനിങ് സ്റ്റാർ. കാണിക്കട്ടെ. അവൾ ചുണ്ടിൽ പൊട്ടി മുളച്ച ചിരിയോടെ തല ഇരുവശത്തേക്ക് അനക്കി. അത് കേൾക്കാനിരുന്ന പോലെ ബെഡിലേക്ക് ചാടി എഴുന്നേറ്റുകൊണ്ട് ഫോൺ എടുത്തിരുന്നു ആര്യൻ. തൻ്റെ നേരെ നീട്ടിയ റീലുകൾ കാണുമ്പോൾ ചിരി അടക്കാൻ കഴിയാതെ പാടുപെട്ടു കൃഷ്ണ. ഓരോ പാട്ടുകൾക്കനുസരിച്ച് അഭിനയിക്കുന്നുണ്ട്. എല്ലാത്തിലും ഒരേ മുഖഭാവവും അഭിനയവുമാണ്. ഞാൻ കുറേ സംവിധായകരെ പോയി കണ്ടതാ. നമ്മുടെ ബേസിലിൻ്റെ ഒക്കെ വീട്ടിൽ പോയി കണ്ടു. റോൾ കിട്ടുമ്പോൾ വിളിക്കാമെന്ന് വരെ അങ്ങേര് പറഞ്ഞതാ. ബേസിലോ? അതാരാ? അവൾ സംശയം എന്നോണം ചോദിച്ചു. ബേസിലിനെ അറിയില്ലേ? മിന്നൽ മുരളി സിനിമയിൽ സംവിധായകൻ. ഓ, അവൾ മനസ്സിലായതുപോലെ തലയനക്കിക്കൊണ്ടിരുന്നു. എൻ്റെ സ്വപ്നങ്ങൾ, ഭാവി എല്ലാം കണ്ണിച്ചോരില്ലാതെ തച്ചു തകർത്തത് അങ്ങേരാണ്. അതാരാ? എൻ്റെ അച്ഛൻ. ഓ, പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായില്ല. താൻ തന്നെ പറഞ്ഞേ, എങ്ങനെ വിളിക്കാതിരിക്കും? മക്കളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നവർ ആയിരിക്കണം മാതാപിതാക്കൾ. ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനെ എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചു. തനിക്കറിയുമോ, ആ ഹോസ്റ്റൽ ഒരു ജയിൽ പോലെയായിരുന്നു. ആണോ? എന്നിട്ട് പിന്നെ ആര്യൻ സിനിമയിൽ പോകാൻ ശ്രമിച്ചോ? ഈ വാക്ക് പറഞ്ഞാൽ വീട്ടിൽ കയറ്റില്ലെന്നാ അച്ഛൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം മറന്ന പോലെ ഇരിക്കുവാണ്. അറിഞ്ഞാൽ പിന്നെ ഭൂകമ്പം നടക്കും. അച്ഛൻ കാണുന്ന പോലെയല്ല, ടെററാണ്. ഓ, അവളത് പറഞ്ഞ് ചുവരിലേക്ക് ചാരിയിരുന്നതും അവളുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്തവൻ ഒന്ന് പകച്ച പോലെ കൈ വലിക്കാൻ നോക്കിയവൾ. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.